പത്രമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലെ ദുബൈയിലെ ബിസിനസ് എല്ലാം കൂടുതൽ പ്രശ്നമാവുകയും അങ്ങനെ ആദർശാണെങ്കിൽ ദുബൈയിലേക്ക് പോവുകയും ചെയ്യാണ്. അപ്പം ഇത് അബിയുടെ കളി കൊണ്ടാണ് ആദർശിന് ദുബൈയിലേക്ക് പോകേണ്ട വരുന്നത്. അവിടെ ആദർശിനെ കുരുക്കാം എന്നൊരു പ്ലാനും കൂടെ അബിക്കുണ്ട്. ഇവിടെയാണെങ്കിൽ അബിയാണെങ്കിൽ ആകെപ്പാടെ ചൂട് പിടിച്ച് നടക്കുകയാണ്. നീയാണെങ്കിൽ അബിയെ ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കുകയും നീ അങ്ങോട്ട് കയറിപ്പോവല്ലേ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി തിരിച്ചടിയായിട്ട് നയനയുടെ കുഞ്ഞിനെ കൊല്ലുക, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ജലജയുടെയും അബിയുടെയും ലക്ഷ്യം. അതിനെ നവ്യയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. നവ്യയാണെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ അബി പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. നവ്യയെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അബിയും ജലജയും കൂടെ നവ്യയെടുത്ത് പറയാണ്, ഇവിടെ ഞാനും എന്ത് ചെയ്താലും അതിൽ നമ്മൾ മൂന്നുപേരും ഒരേപോലെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഈ വീട്ടിലുള്ളവരെ കരയിപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മൂന്ന് പേരുടെ ലക്ഷ്യം. അതിന് ആര് എന്ത് പരിശ്രമിച്ച് എങ്ങനെ ചെയ്താലും അതിന് ബാക്കിയുള്ള എല്ലാവരും ഒത്തു തന്നെ നിൽക്കണം എന്ന് ജലജ പറയുകയാണ്. അന്നേരം ഞാൻ കണ്ടില്ല എന്ന് ആരും പറയില്ല, ഞാൻ കേട്ടില്ല എന്നൊന്നും ആരും പറയില്ലെന്ന് ജലജ പറയുകയാണ്. നവ്യ പറയാണ്, അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ കൂടെ തന്നെ ഉണ്ട്. എനിക്കിവിടെ ഉള്ളവർ കരയുന്നത് കാണണം. എൻ്റെ അബിയെ ജയിലിൽ കടത്തിയത് കൊണ്ട് തന്നെ എനിക്ക് ഇവരെല്ലാം വിരോധമായി. എനിക്ക് എൻ്റെ അനിയത്തിമാരെന്ന് പറഞ്ഞ് ഒരു സ്നേഹവും ഇല്ല. നയനയോടും നന്ദുവിനോടും ഇപ്പോൾ ഒരു സ്നേഹമില്ലെന്ന് പറയുകയാണ്. നയനയാണെങ്കിൽ ഈ സമയത്ത് ആദർശ് പോയതുകൊണ്ട് തന്നെ നയനയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. കാരണം ആദർശില്ലാത്ത സമയത്ത് നയനയ്ക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദേവേനെ നയനയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. മാത്രമല്ല ആദർശ് പോകുന്നതിന് മുമ്പ് ദേവയാനിയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയൊന്ന് ശ്രദ്ധിച്ചോണം. അസുരനാണെങ്കിൽ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട്. അവനാണെങ്കിൽ നമ്മുടെ എല്ലാം സന്തോഷം കെടുത്താൻ എന്ത് ക്രൂരത വേണമെങ്കിലും കാണിക്കും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും അവൻ ചിലപ്പം ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ അമ്മ കൂടുതൽ സൂക്ഷിക്കണം. നയനയോടും കൂടുതൽ സൂക്ഷിക്കാൻ അമ്മ പറയണം എന്ന് പറയാണ്. അതുപോലെ തന്നെ ജലജയാണെങ്കിൽ നവ്യടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ചന്തമോള് വന്നതിന് ശേഷം നിൻ്റെ കുഞ്ഞിന് ഈ വീട്ടിൽ ഒരു വിലയുമില്ല. അതുപോലെ തന്നെ നയനയ്ക്കാണെങ്കിൽ ആ കുഞ്ഞിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. നിൻ്റെ ഒരു കുഞ്ഞിനെ എടുക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞ് നവ്യയെ കൂടുതൽ ടെൻഷനിലേക്കും ദേഷ്യത്തിലേക്കും ആക്കുവാണ് ജലജയും അബിയും കൂടെ ചേർന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുഞ്ഞിനെ കളയണമെന്ന് നവ്യ അടുത്ത് പറയാണ്. നവ്യയ്ക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നാലും പറയാണ്, ഇനി ആ കുഞ്ഞ് ഈ ഭൂമി കാണാൻ പാടില്ല. അങ്ങനെ ആവുകയാണെങ്കിൽ ഇതിനൊക്കെ വലിയ കഷ്ടമാവും നമ്മുടെ സ്ഥിതി എന്ന് അബിയും നവ്യയെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു അറ്റപ്രയോഗം ചെയ്യാൻ പോവുകയാണ് എന്ന് ജലജ പറയാണ്. എങ്ങനെയും ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക, അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് ജലജ അബിയോടും നവ്യയോടും പറയുന്നുണ്ട്. അപ്പം നവ്യയാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ എന്താണെന്ന് വെച്ച് ചെയ്തു, ഞാൻ കൂടെ തന്നെയുണ്ട്. എനിക്ക് അനിയത്തി എന്ന് പറയുന്നൊരു സ്നേഹം അവളോടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് എന്ന് പറയുന്നത്. എനിക്കെൻ്റെ ഭർത്താവും കുഞ്ഞും തന്നെയാണ് വലുത് എന്ന് നവ്യ പറയുന്നുണ്ട്. ജലജയ്ക്കൊരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പം അബിയാണെങ്കിൽ പിന്നെ ജലജയോട് പറയുകയാണ്, അമ്മേ ഇത് തന്നെയാണ് അവസരം. ഈ അവസരത്തിന് നമ്മൾ കാത്തിരുന്നത്. ആദർശും നാട്ടിലില്ല. ഈ സമയത്ത് തന്നെ അവരുടെ എല്ലാ സന്തോഷം കെടുത്തണം. നവ്യയും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇപ്പം നമുക്ക് അവളുടെ ആവശ്യമുണ്ട്. അവളെ പിന്നെ ഇപ്പം നമ്മുടെ ആവശ്യമുണ്ട്. അത് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് അവളെ എടുത്ത് കളയാം. ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മളെ നിർത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സ്വന്തം അനിയത്തിയുടെ ഗർഭം കളയാൻ ചേച്ചിയും കൂടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പാപമൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ അവളുടെ തലയിലല്ലേ കെട്ടിവെക്കത്തുള്ളൂ എന്ന് അബി പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ്, അത് തന്നെ, ഇതൊക്കെ ചെയ്തിട്ട് അവളുടെ തലയിൽ തന്നെ നമുക്കിത് കെട്ടിവെക്കണം എന്ന് പറയാണ്. പറ്റുമെങ്കിൽ അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്ന് പറയാണ്. അങ്ങനെ ജലജയും അബിയും കൂടെ പ്ലാൻ തയ്യാറാക്കിയിട്ട് വന്ന് നവ്യയെടുത്ത് പറയുന്നുണ്ട്. നവ്യയാണെങ്കിൽ കേട്ട് സമ്മതിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ മൂന്നുപേരും കൂടെ നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ദേവയാനിയാണെങ്കിൽ നയന അടുത്തുനിന്ന് മാറാതെ തന്നെ ആഹാരവും ഒക്കെ കൊടുത്ത് നിർത്തിയേക്കുവാണ്. കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ദേവയാനി ആഹാരം കൊടുത്തിട്ട് പോകുന്നിടത്ത് പറയാണ്, മോളാണെങ്കിൽ ആവശ്യമില്ലാത്ത താഴോട്ടൊന്നും ഇറങ്ങി വരണ്ട കേട്ടോ, ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറയാണ്. അപ്പം നയന പറയാണ്, അമ്മ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പടി കയറുന്നുണ്ടെന്നോ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. ചന്തമോൾ എന്തേ അമ്മേ, താഴെയുണ്ട്, മോളെ ഇങ്ങോട്ട് കയറി വരാൻ പറയണേ എന്ന് പറയാണ്. പറയാം മോളെ എന്നും പറഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ ദേവയാനി അങ്ങ് പോവാണ്. അപ്പോൾ കുറേ നേരം ചന്തമോളെ കാത്തിരിക്കുകയാണ് നയന. പക്ഷേ ചന്തമോളെ കാണുന്നില്ല. ഈ സമയത്താണെങ്കിൽ നവ്യ അവർ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം ആ പടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നവ്യ അങ്ങ് പോവുകയാണ്. അപ്പം നവ്യയുടെ പ്രതീക്ഷ നയന ഇപ്പോൾ താഴേക്ക് ചന്തമോളെ തിരക്കി വരുമെന്ന്.
കാരണം അവർ സംസാരിക്കുന്നത് നയന കേട്ടായിരുന്നു. അവൻ തിരക്കി വരുമല്ലോ, അപ്പം തെന്നി വീഴും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എണ്ണ ഒഴിച്ചിട്ട് നവ്യ അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് നയനയാണെങ്കിൽ താഴേക്ക് പോകാൻ ഇറങ്ങി വരുന്നത്. ഇറങ്ങി പകുതി വരെ വരുമ്പോഴത്തേക്കാണ് ഫോൺ ബെല്ലടിച്ച് നയന തിരിച്ച് കയറി പോവുകയാണ്. അപ്പോഴത്തേക്കും നവ്യയ്ക്കാണെങ്കിൽ നവ്യയുടെ പ്രതീക്ഷ അങ്ങ് പോവുകയാണ്. ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇരുന്നതാണ് നവ്യ. ഈ സമയത്താണ് ഒന്നും അറിയാതെ ജലജ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ജലജയാണെങ്കിൽ നവ്യയെ ഈ പ്ലാൻ പറഞ്ഞെങ്കിലും എപ്പോഴാണ് നവ്യ ഇത് ചെയ്യുന്നതെന്ന് ജലജയ്ക്ക് അറിയത്തില്ലായിരുന്നു. ജലജ നേരെ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോഴത്തേക്കും നവ്യ അയ്യോ അമ്മയെന്ന് വിളിച്ചപ്പോഴത്തേക്കും ആ ഒഴിച്ച എണ്ണയെ തിരിഞ്ഞ് ജലജ അങ്ങ് താഴെ പോയി. താഴെ വന്ന് മൂട് പിടിച്ച് വീഴുകയാണ്. അപ്പോഴത്തേക്കും നവ്യ ഓടി വരികയാണ്. അമ്മേ എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് ഓടി വരികയാണ്. അങ്ങനെ എല്ലാവരും ഓടി വരുന്നുണ്ട്. ദേവയാനി ഓടി വരുന്നുണ്ട്. സൗണ്ട് കേട്ട് നമ്മുടെ നയനയും ഓടി വരികയാണ്. ദേവയാനി താഴെ നിന്ന് വിളിച്ചു പറയണം, മോളെ ഇറങ്ങി വരണ്ട, പടിയിൽ എണ്ണയുണ്ട്, മോളെ സൂക്ഷിച്ച് നിൽക്കും എന്ന് പറയാണ്. ദേവയാനി കണ്ടായിരുന്നു, പടിയിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന ദേവയാനി കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നയന ഇറങ്ങി വന്നില്ല. അപ്പം മുത്തശ്ശിക്കാണ് ഈ പടിയിൽ എങ്ങനെ എണ്ണ വന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ഇവിടെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയാണ്, ഞാനിപ്പം പോയതല്ലേ, അന്നേരം കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇതാരാ കൊണ്ടുവന്ന് ഒഴിച്ച് എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും ഉണ്ടായിരിക്കുകയാണ്. ജലജയ്ക്ക് കാര്യം മനസ്സിലായി, നവ്യ ഒഴിച്ചതാണെന്ന് മനസ്സിലായി. പക്ഷേ ഒന്നും പറയാൻ വയ്യ. ജലജയാണെങ്കിൽ നടുവ് ഇങ്ങനെ തടവി അമ്മോ അയ്യോ എന്നും പറഞ്ഞ് തടവി നിൽക്കുകയാണ്. എന്തു ആയാലും ആര് ചെയ്താലും അവനവന് തന്നെ കിട്ടിയല്ലോ എന്ന് ദേവയാനി പറഞ്ഞു. എന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞതെന്ന് ഈ വേദനയുടെ ഇടയ്ക്കും ജലജ ചോദിക്കുകയാണ്. എന്തായാലും ആർക്കെങ്കിലും ഇട്ട് പണി കൊടുക്കാനായിരിക്കും ഇതാരെങ്കിലും ചെയ്തത്, അല്ലാതെ ഞാനിപ്പം പോയപ്പം ഈ പടിയിൽ എണ്ണയില്ലായിരുന്നു, പിന്നെ എങ്ങനെ ഇത് വന്ന്? അപ്പം ആരെങ്കിലും ഉപദ്രവിക്കാനായിരിക്കും, പ്രത്യേകിച്ച് നയന മോളെ എന്ന് പറയാണ്. അതെന്താ ഏട്ടത്തി അങ്ങനെ കുത്തി പറയുന്നത്? ഞങ്ങളാരും ഏട്ടത്തിയുടെ മരുമോളെ ഉപദ്രവിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ്. ദേവയാനിക്ക് നവ്യയാണ് സംശയം. നവ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്. നവ്യ ഒന്നും മിണ്ടാതെ കുഞ്ഞിരിക്കുകയാണ്. മുത്തശ്ശി പറയാണ്, നയന മോളാണ് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇപ്പം എന്ത് സംഭവിച്ചേനെ എന്ന് പറയാണ്. അപ്പോൾ നവ്യ മനസ്സിലിരിക്കണം, അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്, അവൾ ഇറങ്ങി വന്നായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം ശരിയായേനെ എന്ന് പറയാണ്. അബിയും ഉണ്ട് ആ കൂട്ടത്തിൽ. അബി പറയാം, ഈ പ്രാവശ്യം അവൾ രക്ഷപ്പെട്ട് വെക്കുന്ന ഓരോ കിണിയിൽ നിന്ന് അവൾ രക്ഷപ്പെടുവാണല്ലോ എന്ന് അബി മനസ്സിൽ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ജലജയെ പിടിച്ച് സിറ്റി കൊണ്ടുവന്ന് ഇരുത്തി എല്ലാവരും തടവിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്ലാനും പൊളിഞ്ഞതിൻ്റെ വിഷമത്തിൽ അബി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.